നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം കൂടുതൽ കടുക്കുകയാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ മേഖലയിലെ മുഴുവൻ രാജ്യങ്ങളെയും ഒരുപോലെ ബാധിച്ചിരിക്കുന്നു. എന്നാൽ ഈ സംഘർഷത്തിൽ ഏറ്റവും വലിയൊരു നയതന്ത്ര പ്രതിസന്ധി നേരിടുന്നത് ഒരുപക്ഷെ നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനായിരിക്കും. സൗദി അറേബ്യയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പെട്ടെന്നുള്ള റിയാദ് സന്ദർശനം ലോക ശ്രദ്ധ നേടുകയാണ്. പാകിസ്ഥാൻ ഇറാനെതിരെ സൈനിക നീക്കം നടത്തുമോ? സൗദിയുമായുള്ള പ്രതിരോധ കരാർ പാകിസ്ഥാനെ എവിടെ എത്തിക്കും? ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാൻ ഇസ്രയേൽ യുദ്ധം പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനിടയിലാണ് സൗദി അറേബ്യയിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണമുണ്ടായത്. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയാണ്. കാരണം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ചരിത്രപരമായ ഒരു മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെന്റ് ഒപ്പുവെച്ചിരുന്നു. നാറ്റോ മാതൃകയിലുള്ള ഈ കരാർ പ്രകാരം ഇരു രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു നേരെ ആക്രമണമുണ്ടായാൽ അത് രണ്ട് രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കും. അതായത് സൗദി ആക്രമിക്കപ്പെട്ടാൽ പാകിസ്ഥാൻ സൗദിക്കൊപ്പം നിന്ന് പോരാടാൻ ബാധ്യസ്ഥരാണ്. ഈ നിർണായക സാഹചര്യത്തിലാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണപ്രകാരം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് റിയാദിലെത്തിയത്. മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളും നിലവിലെ സംഘർഷങ്ങളും ചർച്ച ചെയ്യാനാണ് ഈ സന്ദർശനം. ഇതിന് തൊട്ടു മുൻപ് പാകിസ്ഥാൻ കരസേനാ മേധാവി ജനറൽ അസിം മുനീറും സൗദി പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ എത്രത്തോളം ഗൗരവത്തോടെയാണ് സൗദി കാണുന്നതെന്നും സംയുക്ത പ്രതിരോധ കരാർ പ്രകാരം പാകിസ്ഥാൻ എന്ത് പങ്കാണ് വഹിക്കേണ്ടതെന്നും ഈ യോഗങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഗ്നിപരീക്ഷയാണ്. ഒരു വശത്ത് തങ്ങളുടെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായിയും സുഹൃത്തുമായ സൗദി അറേബ്യ, മറുവശത്ത് അയൽരാജ്യമായ ഇറാൻ. പാകിസ്ഥാനിൽ ഗണ്യമായ ജനസംഖ്യയുള്ള ഷിയ വിഭാഗത്തെ പിണക്കാൻ ഭരണകൂടത്തിന് കഴിയില്ല. ഇറാഖിലും സിറിയയിലും മറ്റും നടക്കുന്ന പ്രോക്സി യുദ്ധങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ ഇതുവരെ വിട്ടുനിൽക്കുകയായിരുന്നു. എന്നാൽ പുതിയ പ്രതിരോധ കരാർ പാകിസ്ഥാനെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുമോ എന്ന ഭയം പാകിസ്ഥാനുള്ളിൽ ശക്തമാണ്. ഇറാനെതിരെ പാകിസ്ഥാൻ ആയുധമെടുത്താൽ അത് രാജ്യത്തിനകത്ത് വലിയ ആഭ്യന്തര കലാപങ്ങൾക്ക് വഴിതെളിച്ചേക്കാം. നിലവിൽ പാകിസ്ഥാൻ ഒരു നിഷ്പക്ഷ നിലപാടാണ് ഔദ്യോഗികമായി സ്വീകരിച്ചിരിക്കുന്നത്. എങ്കിലും സൗദിക്ക് എന്ത് സഹായം വേണമെങ്കിലും നൽകാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രിയുടെ വക്താക്കൾ അറിയിച്ചിട്ടുണ്ട്. ഇറാൻ ഇസ്രയേൽ യുദ്ധം ആഗോള വിപണിയെയും ബാധിച്ചു കഴിഞ്ഞു. എണ്ണവില $100 മുകളിലെത്തിയതും ചരക്കുനീക്കം തടസ്സപ്പെട്ടതും പാകിസ്ഥാൻ പോലുള്ള തകർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ്വ്യവസ്ഥയുള്ള രാജ്യങ്ങൾക്ക് താങ്ങാനാവില്ല. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഈ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ യുദ്ധം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായി മാറുകയാണ്. പാകിസ്ഥാൻ തങ്ങളുടെ പ്രതിരോധ കരാർ പാലിക്കുമോ അതോ നയതന്ത്രപരമായ ചർച്ചകളിലൂടെ പിന്മാറുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ലോകം സമാധാനത്തിനായി കാത്തിരിക്കുമ്പോൾ ഈ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. നന്ദി.